ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം എല്ലാവർക്കും റമദാൻ കരീം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ദിവസത്തെ നോമ്പുതുറ വിശേഷങ്ങളുമായിട്ടാണ്. അതുപോലെ ഞാൻ അന്ന് ഉണ്ടാക്കിയിട്ടുള്ള ബ്രെഡ് കൊണ്ടുള്ള വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ 2 റെസിപ്പീസും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ടുള്ള ഉന്നക്കായാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിത് തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ കിസ്മിസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ലോ ഫ്ലെയിമിൽ തന്നെ തീ വെക്കാൻ നോക്കുക, അല്ലെങ്കിൽ വേറൊരു ടേസ്റ്റ് വരും തേങ്ങക്ക്. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെയും ഇഷ്ടത്തിനും മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഷുഗർ ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ തേങ്ങ ഒക്കെ നന്നായിട്ട് തന്നെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. മുട്ട വേണമെന്നില്ല, നല്ല ടേസ്റ്റാണ്. എനിക്കിഷ്ടമാണ് തേങ്ങയുടെ കൂടെ മുട്ട ചേർക്കുന്നത്. നല്ല ടേസ്റ്റാണ് അങ്ങനെ ചേർക്കുമ്പോൾ. ചില ഭാഗങ്ങളിലൊക്കെ ഉന്നക്കായ്ക്ക് മുട്ട ചേർക്കാറുണ്ട്, ചിലർ ചേർക്കാറില്ല. അങ്ങനെ ഇഷ്ടമുള്ളവർ മുട്ട ചേർക്കാം. തേങ്ങ മാത്രമായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഞാനൊരു 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. 5 ബ്രെഡ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. നന്നായിട്ട് തന്നെ പൊടിയാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ പാലൊഴിച്ച് കൊടുത്ത് നല്ലൊരു മാവ് രൂപത്തിലാക്കി എടുക്കണം. ഇപ്പോൾ ബ്രെഡ് ഞാൻ കുഴച്ച് നല്ല മാവ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. കയ്യിൽ വെച്ചാൽ ഇങ്ങനെ കുഴച്ചെടുക്കാൻ രീതിയിലാക്കി എടുക്കണം. ഇപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ മാവ് 5 ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബോളും കയ്യിലിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. പരത്തിയിട്ട് നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇനിയുള്ള പ്രോസസ്സിങ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കണം. ബ്രെഡിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന രീതിയിൽ കുറച്ച് കൂടുതൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗത്തു നിന്നും അതേപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. നന്നായിട്ട് തന്നെ 2 ഭാഗവും ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തന്നെ റൗണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഉന്നക്കായൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും നമുക്ക്. ഇനി ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ 5ഉം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കണം. അതിനായിട്ട് നല്ല കുഴിയുള്ള ചീനച്ചട്ടി തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നല്ല മുങ്ങാൻ പാകത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കണം. ഇനി ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് പഴം അല്ലെന്നേ ഉള്ളൂ, ശരിക്കും ഉന്നക്കായൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുള്ള മിക്സ് ഉന്നക്കായൻ്റെ ആ മിക്സ് ആയതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പം പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ബ്രെഡ് പൊടിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. മാവ് കുഴക്കുകയോ പരത്തിയൊന്നും വേണ്ട. അതുപോലെ പഴത്തിൻ്റെ ആവശ്യമില്ല. ഇനി അടുത്തതും ഞാൻ ബ്രെഡ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. ബ്രെഡ് കൊണ്ട് പിസ്സയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് കുറച്ച് ചിക്കനാണ്. ചെറിയ 2 പീസ് ചിക്കൻ ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കന് നിർബന്ധമില്ല, നിങ്ങളടുത്തുണ്ടെങ്കിൽ ആഡ് ആക്കാം. അതുപോലെ ചെറുതായി അരിഞ്ഞ് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള തക്കാളി, പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഒലീവ്സ്, എൻ്റെ കയ്യിൽ ഒലീവ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഒലീവ്സും കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ആണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. അതുപോലെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. മൊസറല്ല ചീസാണ് ഇതിലേക്ക് വേണ്ടത്. എൻ്റെ കയ്യിൽ മൊസറല്ല ചീസ് ഇല്ല. എൻ്റെ അടുത്ത് ചീസിൻ്റെ സ്ലൈസാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്കൊരു ചീസി ബാറ്ററിൻ്റെ ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാൻ ക്രീം ചീസ് എടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ പിനാറിൻ്റെ ക്രീം ചീസാണുള്ളത്. അപ്പോൾ 2 സ്പൂണ് ക്രീം ചീസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് പിനാറിൻ്റെ ക്രീം ചീസ്. അതിൽ നിന്ന് 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 സ്പൂണ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ മെൽറ്റ് ആയിട്ടില്ല. അത് നമ്മൾ മിക്സാക്കി വരുമ്പോഴേക്കും മെൽറ്റ് ആയിക്കോളും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ ക്രീം ചീസ് ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. 2 ബ്രെഡ് ഇതാ ഞാൻ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് ഇത് കട്ട് ചെയ്യുന്ന കട്ടർ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞാനിപ്പോൾ ഒരു കുപ്പീൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ബ്രെഡും ഒരേ ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ 2 ബ്രെഡും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്രെഡിൻ്റെ നടുവിലായിട്ട് സെൻറ്ററിലായിട്ട് ചെറിയൊരു കട്ടും കൂടെ ചെയ്യണം നമുക്ക്. അപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ 3 എണ്ണമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയ ബ്രെഡും ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നുണ്ട്. പിസക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആ കട്ട് ചെയ്യാത്ത ബ്രെഡിൻ്റെ മുകളിലായിട്ട് ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീം ചീസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ 3 ബ്രെഡിൻ്റെ മുകളിലും ചീസ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച റൗണ്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്താണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ചിക്കൻ്റെ മിക്സ്, അതായത് പിസ്സേൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ബാക്കി വന്ന നമ്മുടെ ആ ബ്രെഡിൻ്റെ മുകളിലായിട്ടും ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് സാധാ നമ്മുടെ റൗണ്ടൊന്നും ഇല്ലാത്ത ചെറിയൊരു മിനി പിസ്സയാണ് തയ്യാറാക്കുന്നത്. കട്ട് ചെയ്തിപ്പോൾ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചെയ്തെടുക്കണമെന്നില്ല, ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തെടുക്കുകയാണ്. സാധാ നമുക്ക് ബ്രെഡിലും ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. ബ്രെഡ് കട്ട് ചെയ്യുകയും ഇങ്ങനെ റൗണ്ട് ചെയ്യുകയും ഒന്നും വേണ്ട. സാധാ ബ്രെഡിൽ ഇതേപോലെ ചീസൊക്കെ വെച്ചിട്ട് പിസ്സ പോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കാണാനൊരു ഭംഗിക്കും അതുപോലെ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ബ്രെഡിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാന് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിൽ വെക്കാം. ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ബട്ടറാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെയാണ് പിന്നെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേണം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബ്രെഡ് ഉന്നക്കായും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നോമ്പ് തുറക്കാനുള്ള ടൈമായി തുടങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ച് വെക്കുന്നുണ്ട്. ഇനി ഞാൻ അടുത്തത് ജ്യൂസ് അടിക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ഞാൻ വാട്ടർമെലനാണ് എടുത്തിട്ടുള്ളത്. വാട്ടർമെലൻ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അതങ്ങനെ കഴിക്കുമ്പോൾ വലിയ രസമില്ല, വലിയ മധുരമില്ലാത്ത വാട്ടർമെലനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് ഒരു ഏലക്കായും ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് വെള്ളം ചേർക്കാതെയാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ജ്യൂസും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ബാങ്ക് കൊടുക്കാനായി. അപ്പോൾ ഞാനെല്ലാം ടേബിളിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ നോമ്പ് തുറ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇനി നോമ്പ് തുറന്നിട്ട് കഴിക്കാനുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കാറ്. പിന്നെ എല്ലാം കഴിഞ്ഞിട്ടാണ്. രാത്രി ഒരു 10 മണി 11 മണിയൊക്കെ ആവും ഇക്ക വരാനായിട്ട്. അപ്പോഴേക്ക് മതി ഫുഡ്. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഫുഡൊക്കെ തയ്യാറാക്കാറുള്ളത്. അപ്പോൾ ഞാൻ അന്ന് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് ആവോലി ബിരിയാണിയാണ്. അപ്പോൾ അതിനുള്ള മീൻ ഞാൻ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മസാലയൊക്കെ തേച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതാ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബിരിയാണിയിലേക്കുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഉള്ളിയും തക്കാളി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയില പുതിനയില എല്ലാം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ കറിവേപ്പില വലിയ ജീരകം ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സവാള അരിയുന്നുണ്ട്. ഞാൻ കുറച്ച് ബിരിയാണി ഉണ്ടാക്കുന്നുള്ളൂ, അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 2 ചെറിയ സവാള, അതുപോലെ 2 തക്കാളി, 2 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി. അപ്പോൾ ഇത്രയേ എടുത്തിട്ടുള്ളൂ ഞാൻ. അപ്പോൾ ഇനി ഞാൻ ഒരു പാനിൽ ആദ്യം തന്നെ കുറച്ച് സവാള ഇട്ടിട്ട് പിസ്ത തയ്യാറാക്കി മാറ്റി വെക്കുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ അടുത്ത അടുപ്പിൽ ഞാൻ കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് അരി വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ആ പാനിൽ തന്നെ പിസ്ത മാറ്റിയതിന് ശേഷം കുറച്ച് പട്ട ഗ്രാമ്പൂ ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് വെള്ളത്തിലും അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വഴണ്ടി വന്നിട്ട് അതിലേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാ എല്ലാവരും ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ രീതിയൊന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ച് തന്നേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മളെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 20 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ച ജീരകശാല അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ തക്കാളിയിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക് ഇനി മസാലപ്പൊടികളും കൂടെ ഇട്ട് കൊടുക്കണം. ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ബിരിയാണി മസാല ഇത് 3 മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ 3 മസാലപ്പൊടികളും ചേർത്തതിന് ശേഷം ഞാനിതിലേക്ക് തൈരും കൂടി ചേർക്കുന്നുണ്ട്. 2 സ്പൂണ് തൈരാണ് ചേർക്കുന്നത്. ഓരോരുത്തരുടെ പുളിക്കനുസരിച്ച് ചേർക്കുക. അത് തീരെ പുളിയില്ലാത്ത തൈരാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 സ്പൂണ് ചേർത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് തൈരിന് പകരമായിട്ട് ചെറുനാരങ്ങ നീരോ അതുപോലെ വിനെഗറോ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ മസാലയൊക്കെ റെഡിയായി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് മീൻ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില പുതിനയില അതുപോലെ പിസ്തയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച റൈസും കൂടി ഇട്ട് കൊടുത്തിട്ട് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ നേരത്തെ നമ്മൾ വറുത്ത് വെച്ച പിസ്തയും അതുപോലെ മല്ലിയില പുതിനയില കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ബിരിയാണി മേക്കിങ്. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ തന്നെയാവും തയ്യാറാക്കാറുള്ളത്. അപ്പം എൻ്റെ ഒരു മോഡൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. കുറേ വട്ടം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, എന്നാലും അന്ന് ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നല്ല ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ നോമ്പുതുറ സ്പെഷ്യലായിട്ടുള്ളത്. എന്നും ഇതുപോലൊന്നുമല്ല. അപ്പോൾ ഇന്നൊരു സ്പെഷ്യലായപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്നും പറയാറുള്ളത് പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക, അതിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.